ഇനി നമ്മൾ ഒരിക്കൽ കൂടി കോട്ടയത്തേക്ക് പോവുകയാണ്. അവിടെ ടോബി ജോൺസൺ ഉണ്ട്. കോട്ടയം കുറവിലങ്ങാട് പള്ളിയിലാണ് ടോബി ഉള്ളത്. കുറവിലങ്ങാട് പള്ളി ഭയങ്കര ഭംഗിയുള്ള, നന്നായി അലങ്കരിച്ച ഒരു പള്ളിയാണ്. അവിടെ നമുക്ക് അവിടെ നിന്നുള്ള വിവരങ്ങൾ ടോബി പങ്കുവയ്ക്കും. ടോബി, കുറവിലങ്ങാട്ടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും വിജയകുമാർ, എസ് കെ എൻ ഹാഷ്മി, ഇവിടുത്തെ കാഴ്ചകൾ ആദ്യം തന്നെ ഒന്ന് കാണിക്കാം. മനോഹരമായി, വളരെ മനോഹരമായിട്ടാണ് ഈ ക്രിസ്മസിനെ വരവേൽക്കാൻ വേണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ മൊത്തം കാണാം. ഒരുപാട് പേർ ഇതിനോടകം തന്നെ ഇവിടെ ഇത് കാണാൻ വേണ്ടി മാത്രം കുർബാന, രാത്രിയിലെ കുർബാന തുടങ്ങുന്നത് 12 മണിക്കാണ്. ആ കുർബാനയ്ക്ക് മുൻപ് തന്നെ ആളുകളെല്ലാം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ആ അവസാനവട്ട ഒരുക്കം, പള്ളിയിലെ ഒരുക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാം ഒരു പുൽക്കൂട്, ഒരു വലിയ പുൽക്കൂടാണ്, അത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പള്ളിയിലുള്ള ആളുകളും അതുപോലെ തന്നെ ഇവിടുത്തെ ഇടവകക്കാരും എല്ലാം എത്തി, കുട്ടികളും യുവാക്കളും എല്ലാം എത്തി ആ പുൽക്കൂട് ഒരുക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അവസാനവട്ട ഒരുക്കമാണ്. നമുക്ക് കാണാം വലിയ പുൽക്കൂടാണ്. സാധാരണ നമ്മൾ പള്ളികളിലൊക്കെ കാണാറുള്ള ഒരു സാധാരണ പുൽക്കൂടാണ്, പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു പുൽക്കൂട്. അത് ഏറ്റവും മനോഹരമായ രീതിയിൽ യുവാക്കൾ ഒരുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും എന്നോടൊപ്പം ഇവിടുത്തെ അച്ഛൻ തന്നെ ചേരുന്നുണ്ട്. അച്ഛാ, ഇത്തവണ മനോഹരമായിട്ടാണ് പള്ളി ഒരുക്കിയിരിക്കുന്നത്. എങ്ങനെയാണ്? എല്ലാത്തിൻ്റെയും പിന്നിൽ യുവാക്കളൊക്കെ തന്നെയായിരുന്നു. അതെ, എല്ലാത്തിൻ്റെയും പിന്നിൽ യുവാക്കളെ അണിനിരത്തിക്കൊണ്ടൊരു വലിയ മനോഹരമായ പുൽക്കൂടും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും എല്ലാമാണ് ഞങ്ങൾ ഒരുക്കാനായിട്ട് ശ്രദ്ധിച്ചത്. ഇതിന് പിന്നിലൊരു ഒരുപാട് ദിവസത്തെ, 1 മാസത്തോളം ഉള്ള ഒരു വലിയ കഠിനാധ്വാനമുണ്ട്. അതുകൊണ്ടാണ് ഇത് ചെയ്യാനായിട്ട് സാധിച്ചത്. ഒരു 10, 25, 30 യുവാക്കളെ ഇവിടെ ഒത്തുചേർക്കുവാനായിട്ടും അവരുടെ ഒരു വലിയ അധ്വാനത്തിലൂടെ ഇത് ചെയ്യുവാനായിട്ടും സാധിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ഈ ക്രിസ്മസിന്റെ അവസരത്തിൽ ഇപ്രകാരം ഒരുപാട് യുവാക്കളെ ഒരുമിപ്പിക്കുവാനായിട്ടും വളരെ മനോഹരമായ രീതിയിൽ കുറവലങ്ങാട് പള്ളിയോട് ചേർന്ന രീതിയിൽ ഇത് അണിയിച്ചൊരുക്കുവാനായിട്ട്. പേരും കൂടി ഒന്ന് പറഞ്ഞേക്കോ? ജോസഫ് ചൂരക്കൽ എന്നാണ് പേര്. അതുപോലെ തന്നെ ഇവിടെ നിരവധി പേര് ഇത് കാണാനൊക്കെ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ക്രിസ്മസിനെ വരവേൽക്കാൻ ആ വേഷമൊക്കെ ധരിച്ച് കുട്ടികൾ. എങ്ങനെയാണ്? റെഡിയാണോ? ആഘോഷം? അതെ. എങ്ങനെയാണ്? ഹാപ്പി ക്രിസ്മസ് പറഞ്ഞു. ഹാപ്പി ക്രിസ്മസ്. മെരി ക്രിസ്മസ്. ഓക്കെ. അങ്ങനെ കുട്ടികളും അതുപോലെ തന്നെ വലിയ ആളുകളും എല്ലാം വന്ന് ഈ പള്ളിയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ ആൾക്കാരെല്ലാം, അതായത് ഈ ഇടവകയിലുള്ളവരും അതുപോലെ ഈ പ്രദേശത്തുള്ളവരും എല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തും. മനോഹരമായിട്ടുള്ള ഒരു പുൽക്കൂടാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അത് തന്നെയാണ് ടോബി ജോൺസണാണ് നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.